ഹലോ എവരിവൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കി ഇൻവിക്ടോ ആണ്. യെസ്, അപ്പൊ നമ്മുടെ ഇൻവിക്ടോ നമുക്ക് അടുത്തൊന്ന് ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇൻവിക്ടോയെ കുറിച്ച് പറയുമ്പോൾ മാരുതി സുസുക്കിയും ടൊയോട്ടയും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ ഒരു പാർട്ണർഷിപ്പിലൂടെ വന്നേക്കുന്ന ഒരു വെഹിക്കിൾ ആണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടും നമുക്ക് എഞ്ചിൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹൈബ്രിഡ്, ഇത് ഫുള്ളി ഹൈബ്രിഡ് വെഹിക്കിൾ ആണ്. ഇതിനിപ്പോ നമുക്ക് നോർമൽ എഞ്ചിൻ വരുന്നില്ല, ഹൈബ്രിഡ് വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഇൻവിക്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തേക്കുന്ന എഞ്ചിൻ, അതിന്റെ ഹൈബ്രിഡ് ടെക്നോളജി എല്ലാം സോഴ്സ് ചെയ്തേക്കുന്ന ടൊയോട്ടയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിലെല്ലാം ഒരു ഷെയർ ചെയ്തുള്ള രീതിയിൽ തന്നെയാണ് വെഹിക്കിൾ വന്നേക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ പല വെഹിക്കിൾസും അവരുടെ ഒരു ഷെയറിങ് ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇൻവിക്ടോയുടെ കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പൊ നമുക്ക് പോവാം. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈനിന്റെ എലമെന്റ്സ് പറയുമ്പോഴത്തേക്കിനും പക്ക ഒരു മാസീവ് സൈസ് തന്നെയാണ് ഇൻവിക്ടോയ്ക്ക് കൊടുത്തേക്കുന്നത്. അതിനൊപ്പം തന്നെ ആ ഒരു ബോൾഡ്നെസ്സും ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ആ ഒരു ഫ്രണ്ട് എൻഡ് നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഫീല്. ഇപ്പൊ നമുക്ക് ബോണറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഇവിടെ ഒരു രണ്ട് പവർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില്. ബോണറ്റിന് രണ്ട് സൈഡിലായിട്ടും രണ്ട് പവർ ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിന്. പിന്നെ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇത് ഇവിടെ മേളിൽ വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഈ ഒരു സിൽവർ ഫിനിഷിൽ വന്നിട്ടും ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് സുസുക്കിയുടെ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രില്ല് മൊത്തത്തിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഒരു മെഷ്ഡ് ട്രീറ്റ്മെന്റിലാണ് അതിന്റെ ഡിസൈൻ മൊത്തം പോയേക്കുന്നത്. പിന്നെ 360 ക്യാമറയുടെ ആ ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേണ്ട സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് LED ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് DRL ലൈറ്റ്സ് കാണാം, 3 സ്ലോട്ടുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. DRL ലൈറ്റ്സ് ഫുള്ളി LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഓട്ടോ ഫംഗ്ഷനിങ് ഉള്ള ഒരു ഹെഡ് ലാംപ്സ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും വേണ്ട ഇവിടെ നമുക്ക് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ കൊടുത്തേക്കുന്ന ഈ ഒരു രീതിയിലാണ്. അതിന് തൊട്ട് താഴോട്ട് ഇവിടെ ഒരു ഡിസൈൻ എലമെന്റ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു സെൻസർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം, നമുക്ക് ഫ്രണ്ട് സെൻസേഴ്സ് വെഹിക്കിളിന് വരുന്നുണ്ട്. പിന്നെ ഈ താഴോട്ട് ബമ്പറിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ കളറിന് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു എയർ ഡാം, നല്ലൊരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു എയർ ഡാം കൊടുത്തിട്ടുണ്ട്. താഴോട്ട് ആ ഒരു സ്കിഡ് പ്ലേറ്റ്, ആ ഒരു ഭാഗം കൊടുത്തേക്കുന്ന ആ ഒരു സിൽവർ ഫിനിഷിലാണ്, ആ ഒരു സിൽവർ കളറിലാണ് അത് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് എൻഡ് നമുക്ക് പറയാനുള്ള, ഡിസൈനിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളിന്നിപ്പോ കൊണ്ടുവന്നേക്കുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ഇൻവിക്ടോ ആൽഫ പ്ലസ് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വെഹിക്കിൾ കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഇൻവിക്ടോ നമുക്ക് ഹൈബ്രിഡ് വേരിയന്റ് മാത്രമേ ഉള്ളൂ, നോർമൽ പെട്രോൾ എഞ്ചിൻ വരുന്നില്ല, ഹൈബ്രിഡ് വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ സൈഡ് ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, യെസ്, സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും നല്ല അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. പ്രിസിഷൻ കട്ട് എന്നാണ് പറയുന്നത് മാരുതി ഇതിനെ. ഒരു ബ്ലാക്കും സിൽവർ ഫിനിഷും ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. 17 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. ടയർ സൈസ് വരുമ്പോഴത്തേനും 215/16 R17 ആണ് ടയർ സൈസ് വരുന്നത്. പിന്നെ വേണ്ട നമുക്ക് ഇവിടെ ഒരു ക്ലാഡിങ്, ഒരു ഫെൻഡറിൽ കൊടുത്തേക്കുന്ന ഫെൻഡർ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ബോഡി കളർ ആയിട്ടല്ല. അതാണ് ഞാൻ എല്ലാ വെഹിക്കിളും എപ്പോഴും പറയാറുണ്ട്, ആ രീതി കൊടുക്കുന്നതിനാണ് ഭംഗി. കാരണം ബോഡി കളർ വരുമ്പോൾ അതൊരു ഭംഗി കാണത്തില്ല. പിന്നെ തന്നെയല്ല നമുക്ക് ഇങ്ങനെയുള്ള വെഹിക്കിളിന് ഈ ഒരു ഭാഗമൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത്, നല്ല സ്ക്രാച്ച് ഫ്രീ ആയിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മിറേഴ്സിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ വരുന്ന അതിന്റെ ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെഹിക്കിളിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4775 മില്ലിമീറ്റർ ആണ് വണ്ടിയുടെ ഓവറോൾ ലെങ്ത്. പിന്നെ വീൽ ബേസ് വരുമ്പോഴത്തേക്കും 2880 mm ആണ് വീൽ ബേസ് വരുന്നത്. ഈ ഒരു വീൽ ബേസ് വരുന്നതുകൊണ്ട് തന്നെ ഇത്ര നല്ല ഒരു വലിയ വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് അകത്ത് അത്രയും നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് വരുന്നുണ്ട്. 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വിഷ്വലി നമുക്ക് കാണാനും പറ്റും, ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല എവിഡന്റ് ആണ് അത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട ഡോർ ഹാൻഡിൽ നമുക്ക് ഇങ്ങനെ ഒരു സിൽവർ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കീലെസ് എൻട്രി ആ ഒരു ഇത് കൊടുത്തിട്ടില്ല, നമുക്ക് ആ ഒരു റിക്വസ്റ്റ് സെൻസർ വരുന്നില്ല, അല്ലാതുള്ള നോർമൽ രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ABC പില്ലേഴ്സ് എല്ലാം നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല വലിയ ഗ്രീൻ ഹൗസ് ഏരിയ ആണ് വെഹിക്കിളിന് വന്നേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴേ നമുക്ക് ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. നമുക്ക് ഒരു 7 സീറ്റർ വെഹിക്കിൾ ആണ് നമ്മളിപ്പോൾ ഡ്രൈവിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ബാക്കിൽ സെക്കൻഡ് റോയിലും നമുക്ക്
ക്യാപ്റ്റൻ സീറ്റ് വരുന്ന ഒരു വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് 8 സീറ്ററും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തേർഡ് റോ അത്യാവശ്യം നല്ല ഒരു ഗ്രീൻ ഹൗസ് കൊടുത്തേക്കിട്ടുണ്ട് അവര്. ആ ഒരു അത്യാവശ്യം നല്ല ഒരു വലുപ്പത്തിൽ തന്നെയാണ് ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ എലമെന്റിന്റെ ഭാഗമായിട്ട് ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലാഡിങ് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്, ബാക്കിലേക്കും വരുന്നുണ്ട്. ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ ടെയിൽ എൻഡും കൂടെ നോക്കാം നമുക്ക്. യെസ്, അപ്പൊ നമ്മുടെ ഇൻവിക്ടോയുടെ റിയർ ഡിസൈനും അടിപൊളിയാണ്, പക്ക സ്പോർട്ടി ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നല്ല ഒരു ടെയിൽ ലാമ്പാണ്, LED ടെയിൽ ലാമ്പാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന്. അത് നമ്മുടെ ഈ സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ആ ഒരു ഹിപ്പിലേക്ക് കയറി നിൽക്കുന്ന ഒരു ഡിസൈനാണ് ആ ഒരു ടെയിൽ യൂണിറ്റ് ഫുള്ള് പോയേക്കുന്നത്. പിന്നെ മെയിനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ മേളിൽ ഒരു ഷാർക്ക് ഫിൻ ആൻഡ് കാണാം മുകളിൽ. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്പോയിലർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്, ഡീഫോർഗർ, റിയർ വൈപ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ നീളത്തിൽ പോയിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് സുസുക്കിയുടെ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇൻവിക്ടോ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ഒരു സ്കിഡ് പ്ലേറ്റ്, ആ ഒരു ബമ്പർ ഭാഗം ഫുള്ള് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് അവിടെ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചൊരു സ്പോർട്ടി നേച്ചർ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെയും സെൻസേഴ്സ് ഒക്കെ കാണാൻ തേണ്ടല്ലേ, സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 4 സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മുകളിൽ ക്യാമറ വരുന്നുണ്ട്. ഇവിടെ ഹൈബ്രിഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വെഹിക്കിളിന് വരുന്നത്. 239 ലിറ്റർ ആണ് നമുക്ക് ഈ ഒരു തേർഡ് റോയും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ലഗേജ് ഒക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ വെക്കാവുന്ന ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു തോട്ട്സ് ആണ്. പിന്നെ നമുക്ക് ഈ തേർഡ് റോ നമുക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് കിടക്കും. അവിടെ ഇപ്പോൾ ബാഗിൽ ഒരു സാധനം ഉള്ളതുകൊണ്ട് അതങ്ങനെ തട്ടി കിടക്കുന്നത്. ആ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇട്ടാൽ നമുക്ക് ഇത്ര ഒരു ഏരിയ നമുക്ക് നല്ലൊരു ലഗേജ് ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ്. നമുക്ക് ഇനിയിപ്പം നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പൊ നമ്മുടെ ഇൻവിക്ടോയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയറിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ എനിക്ക് ബ്ലാക്ക് ഇന്റീരിയറിനോട് പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല പക്ക ഒരു സ്പോർട്ടി ഫീലും നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ബ്ലാക്ക് ഇന്റീരിയർ വന്നിട്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങളിപ്പോ കാണുക ഈ സെൻട്രൽ കൺസോളിന്റെ അവിടെയും ആ ഒരു AC വെന്റിന്റെ ഭാഗത്തൊക്കെ ഈ ഒരു ഷാമ്പെയിൻ എഫക്ട് ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷിന്റെ കൂടെ ആ ഒരു കളറോടെ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അത് നല്ല മാച്ചായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഡാഷിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഡാഷിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു വെഹിക്കിളിന് പറ്റിയ രീതിയിൽ തന്നെയാണ്, നല്ല ഒരു വലിയ വലുപ്പത്തിലുള്ള നല്ലൊരു ഹ്യൂജ് രീതിയിൽ തന്നെയാണ് ഒരു ഡാഷിന്റെ ഡിസൈൻ ഒക്കെ പോയേക്കുന്നത്. മേളിലെ നമുക്കൊരു നോർമൽ രീതിയിൽ തന്നെയാണ് പോയേക്കുന്നത്. ആ ഒരു ഫ്ലാറ്റ് രീതിയിൽ തന്നെയാണ് ഒരു ഡാഷിന്റെ ആ മേളിലത്തെ ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ AC വെന്റിന്റെ അവിടെ നിന്നാണ്ട് ഈ ഒരു ഷാമ്പെയിൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ AC-യുടെ വെന്റിനകത്തൊക്കെ ആണെങ്കിലാണ്ട് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്, മൊബൈലൊക്കെ വെക്കാൻ. ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു സെൻട്രൽ കൺസോൾ ആണ് ഈ വെഹിക്കിളിന്റെ എടുത്ത് നിൽക്കുന്നത്. ഈ ഒരു കൺസോളിൽ നമുക്ക് ഈ ഒരു 10 ഇഞ്ചിന്റെ ഒരു നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സിസ്റ്റം ആണ്. നമുക്ക് 6 സ്പീക്കേഴ്സ് വിത്ത് ആണ് വരുന്നത് ഈ വെഹിക്കിളിൽ. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് AC വെൻസിന്റെ ആ ഭാഗത്ത് നമുക്ക് വേണ്ടി ഈ ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെഹിക്കിളിൽ ഡ്യുവൽ AC ആണ് വെഹിക്കിളിന് വരുന്നത്. ഫ്രണ്ടിലും നമുക്ക് ബാക്കിലും 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ഒരു AC കൺട്രോളാണ് കൊടുത്തേക്കുന്നത്. ക്ലൈമട്രോണിക് AC ആണ് വന്നേക്കുന്നത്. അതിന്റെ ആ ഒരു സ്ക്രീനാണ് നമുക്ക് ഇവിടെ കാണാവുന്നത്.
പിന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. രണ്ട് ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അതിന്റെ സ്വിച്ചസ് ആണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫിസിക്കൽ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട് എ സിയുടെ. പിന്നെ താഴോട്ട് വരുമ്പോൾ അതെല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് കൊടുത്തേക്കുന്നത് ഫുള്ള്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ട്രാൻസ്മിഷൻ ലിവർ വരുന്നത് ECVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതിന്റെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ മാനുവൽ ഡ്രൈവ് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് പ്ലസ് മൈനസ് ആ മാനുവൽ മോഡൽ ഉപയോഗിക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ 360 ക്യാമറയുടെ ആ ഒരു വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് പല രീതിയിൽ ഇവിടെ നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഒരു ഡീസന്റ് ക്ലാരിറ്റി നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ അത്യാവശ്യം ക്യാമറ ആ ഭാഗമൊക്കെ ഒരു ഇച്ചിരി പൊടി പിടിച്ചൊക്കെ ഇരിക്കുക, അതുകൊണ്ടാണ്. എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് ക്ലാരിറ്റി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രോണിക് പാർ ബ്രേക്ക് വരുന്നുണ്ട്. അതിന്റെ സ്വിച്ച് ആണ് ഈ കാണുന്നത്. ഓട്ടോ ഹോൾഡ്, ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, നോർമൽ, ഈക്കോ, പവർ എന്ന് പറയുന്ന 3 മോഡ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈബ്രിഡ് വെഹിക്കിൾ ആയതുകൊണ്ട് അതിന്റെ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു EV മോഡ് വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷന്റെ സ്വിച്ച് ആണ് ഈ കാണുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫാസ്റ്റ് ചാർജ് ടൈപ്പ് C കൊടുത്തിട്ടുണ്ട്. പിന്നെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷാമ്പയിൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. സെന്ററിൽ നമുക്ക് 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു 2 വലിയ ഒരു കപ്പ് ഹോൾഡർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. 2 പേർക്കും കൈ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് ആണ്. കൂൾഡ് ബോക്സ് അല്ല, നോർമൽ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സീറ്റ് ആണെങ്കിലും പക്ക കുഷനിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരു രീതിയിലും ഒരു സപ്പോർട്ടിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയാണ്. നല്ല കംഫർട്ടബിൾ, നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു സീറ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ് ആണ്. അതൊക്കെ നല്ല എഫക്റ്റീവായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല നമുക്ക് സീറ്റിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ആ ഒരു കൂളിംഗ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അതിന്റെ ഡിസൈൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു വൈറ്റ് സ്റ്റിച്ച് ഒക്കെ കൊടുത്ത് ഒരു നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കിനും മാരുതിയിൽ നമ്മൾ കാണുന്ന ഒരു തനത് സ്റ്റിയറിംഗ് തന്നെയാണ്. അതിലൊരു നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെലിഫോണിക് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. വെഹിക്കിൾ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് കാണാം. പിന്നെ ടെലിസ്കോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടിൽറ്റും റീച്ചും എല്ലാം കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സ്റ്റിയറിംഗ് അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണല്ലോ, ഇത്രയും ഒരു പ്രീമിയം വെഹിക്കിളിലൊക്കെ അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അതൊന്നും എടുത്ത് ഞാൻ പറയാത്തത്. പിന്നെ നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു 7 ഇഞ്ചിന്റെ ഒരു ക്ലസ്റ്റർ ആണ് കൊടുത്തേക്കുന്നത്. സെൻട്രൽ ഡിജിറ്റൽ, ഫുള്ളി ഡിജിറ്റലി ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബ്ലൂ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മുടെ മാരുതി വെഹിക്കിൾസിലെല്ലാം ആ ഒരു ബ്ലൂ തീമിലാണല്ലോ വരുന്നത്. അപ്പൊ അത് നല്ല ഭംഗിയുണ്ട് കാണാനാണേലും. നല്ല അതിന്റെ അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അവിടെ നമുക്ക് ഓരോ ഡോറ് തുറന്നു കിടക്കുന്ന അതിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഡിസ്റ്റൻസ് ടു MT, ആവറേജ് മൈലേജ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഹൈബ്രിഡ്, അതിപ്പം എഞ്ചിനിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിൽ അത് നമുക്ക് ആ ഒരു സ്റ്റാറ്റിക്സ് അറിയാൻ പറ്റും. വെഹിക്കിളിന്റെ ബാറ്ററിയിൽ നിന്നാണ് പവർ എടുക്കുന്നത്, അത് എഞ്ചിനിൽ നിന്നാണ്, എഞ്ചിൻ ഓൺ ആണ് സ്വിച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു സ്റ്റാറ്റിക്സ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ ക്ലസ്റ്ററിന്റെ കാര്യം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അത്രയാണ് പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഈ സീറ്റ്, നമ്മുടെ ഈ ഡ്രൈവർ സൈഡ് സീറ്റ് വന്നിട്ട് ഫുള്ളി 8-way അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക് സീറ്റ് ആണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ മെമ്മറി അഡ്ജസ്റ്റ് ചെയ്യാം. 2 മെമ്മറി നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിൽ. ഈ സൈഡിലും ഈ ഡോർ ഹാൻഡിൽ നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു ഷാമ്പയിൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ നമുക്ക് നല്ല ഒരു പാനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സൺറൂഫ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്. യെസ്, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനും ഉള്ള രീതിയിലാണ്. ഓപ്പൺ ചെയ്തപ്പോ തന്നെ ഒരു കയ്യില. ഓക്കെ, അപ്പം ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് ഓട്ടോ IRVM ആ ഒരു രീതിയിലാണ് നമുക്ക് മിറേഴ്സ് വരുന്നത്. നല്ലൊരു മിററാണ്, അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട്. അതിന്റെ ഒരു ഷേപ്പ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു മിററിന്റെ ആ ഒരു എൻഡ് ഒക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെയാണ് നമുക്ക് ആ ഒരു നമ്മുടെ റീഡിംഗ് ലാംപ്സിന്റെ ഒക്കെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഡോർ 2 ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഈ ലൈറ്റ് ഓൾറെഡി കത്തി കിടക്കുന്നത്. ആ ഒരു ടോൺ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് അത്. പിന്നെ നമ്മുടെ വാനിറ്റി മിറർ ഉണ്ട്, വിത്ത് ലൈറ്റ് ആണ് വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആകുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഈ സൈഡില് മിറർ, ഈ സൈഡിലും മിറർ ഉണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് നമുക്ക് ഇനിയിപ്പം നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് പോവാം.
ഡോർ പോക്കറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ ഒരു ബോട്ടിൽ വെക്കാവുന്ന ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിൽ നമുക്കൊരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ നമുക്ക് അവിടെ കാണാം. ഈ ഡോറിലും മൊത്തത്തിലൊരു ബ്ലാക്ക് ഉണ്ട്. നമുക്ക് ആ ഒരു ഹാൻഡ് റെസ്റ്റിന്റെ ഭാഗത്ത് നമുക്കൊരു ഷാമ്പയിൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്കിന് നല്ല രീതിയിൽ അത് യോജിക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഫ്രണ്ട് ഇന്റീരിയറിലെ കാര്യങ്ങൾ അപ്പൊ ഇത്രയാണ്. ഇനിയിപ്പോ നമുക്ക് ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഇൻവിക്ടോയുടെ ബാക്ക് സീറ്റിലാണ് സെക്കൻഡ് റോയിലെ വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയാനുള്ളത്, നമുക്ക് ഈ ഒരു ഇപ്പൊ 7 സീറ്റ് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എടുത്തേക്കുന്ന വെഹിക്കിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. രണ്ടുപേർക്ക് നല്ല സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് സീറ്റും കാര്യങ്ങളും എല്ലാം വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സീറ്റാണ്. പിന്നെ ഇപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഞാൻ ആദ്യം പറയല്ലേ ഡ്യുവൽ AC വെഹിക്കിളിന് വരുന്നത്. അപ്പം ബാക്കിലത്തെ നമുക്ക് ഈ AC-യുടെ ആ ഒരു മെട്രോണിക് AC-യുടെ എല്ലാം ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ആണ് ഈ കാണുന്നത്. ഒരു ചെറിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ആംബിയൻ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. വെഹിക്കിളിൽ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ഇതേണ്ട ഈ ഭാഗത്താണ് ആംബിയൻ ലൈറ്റ് വരുന്നത്. ഇപ്പൊ ഞാനിതിപ്പോ നല്ല ഒരു പകൽ ടൈമിലായതുകൊണ്ടാണ് നമുക്ക് ഒട്ടും വിസിബിൾ. ആംബിയൻ ലൈറ്റ് ഓൺ ആയി കിടക്കുവാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോ ഈ സൺറൂഫ് ഓപ്പൺ ആയി കിടക്കുന്നത് കൊണ്ട് കൂടാണ് നമുക്ക് ഒട്ടും അറിയാൻ പറ്റാത്തത്. പിന്നെ നമുക്ക് കണ്ട് ഇവിടെ റൂഫിൽ AC വെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു റീഡിംഗ് ലാംപ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതേണ്ട ഇവിടെ നമുക്ക് സൺ ബ്ലൈൻസ് വരുന്നുണ്ട്. കണ്ടോ, മാനുവലി ഉയർത്തി വെക്കാവുന്ന ഒരു സൺ ബ്ലൈൻസ് ആണ്. അതൊക്കെ നല്ല ഒരു കാര്യമാണ്. പിന്നെ ഈ ഡോറിൽ ഇവിടെ നമുക്ക് ആ ഒരു ഷാമ്പയിൻ എഫക്റ്റ് ഒക്കെ കൊടുത്ത് നല്ല നീറ്റ്ലി ആക്കിയിട്ടുണ്ട്. ആ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രൽ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കാലൊക്കെ വെച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ഇവിടെ നല്ല ഇതിപ്പോ എന്റെ സീറ്റിംഗ് പൊസിഷനാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. ഇപ്പൊ ഇത്രയും നല്ല നീ റൂമും ലെഗ് റൂമും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഒരു ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ നമുക്കൊരു ഈ ഒരു ട്രേ പോലെ വരുന്നുണ്ട്. നമുക്ക് മൊബൈല് കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ കപ്പ് ഹോൾഡർ ആണ് വരുന്നത്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് വേണ്ടി ഇതിങ്ങനെ ചരിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് തേർഡ് റോയിലോട്ട് പോകാനുള്ള ആ ഒരു പാസേജ് ഏരിയയും നമുക്ക് ഇവിടെ കാണാം. ഇതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോ പറയാനുള്ളത്, ഇവിടെ ഒരു 4 kg പറ്റുന്ന ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് C കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഡോർ പോക്കറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ അതിന്റെ സൈഡിൽ തന്നെ നമുക്കൊരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ഒരു ഷാമ്പയിൻ എഫക്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് തേർഡ് റോയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. തേർഡ് റോയിലെ സ്പേസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് റോയിലേക്ക് പോവാൻ ഇങ്ങനെ പോവാം. കണ്ടോ, ഇങ്ങനെ ചവിട്ടി കയറി നമുക്ക് ഇങ്ങനെ വന്ന് ഇങ്ങോട്ടിരിക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നേരെ യെസ്, തരക്കേടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു തേർഡ് റോ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല നീ റൂം ഉണ്ട്. ഹെഡ് റൂം ആണേലും ഒരു 3 ഫിംഗർ ഗ്യാപ്പ് ഉണ്ട്. 3 ഫിംഗർ ഗ്യാപ്പ് ഉള്ള ഒരു ഹെഡ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ള തൈ സപ്പോർട്ട് അല്ലേ, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 100 കിലോമീറ്ററോ ഒക്കെ അത്യാവശ്യം അതിന് മേളിൽ വേണമെങ്കിലും ഇരിക്കാം. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല ഇരുന്നിട്ട്. ഒരു തൈ സപ്പോർട്ട് നമുക്കൊരു സ്വാഭാവികമാണല്ലോ. നമുക്ക് തേർഡ് റോയിലേക്ക് വരുമ്പോൾ ആ ഒരു റേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലാറ്റ് വരുമ്പോൾ ഒരു ശകലം ബാക്കിലോട്ട് ഒരു റേസ് ചെയ്ത് വരുമല്ലോ. അപ്പൊ ആ ഒരു ഇതിന് കൊണ്ടുള്ള ഒരു ചെറിയൊരു രീതിയിൽ നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട വരും തൈ സപ്പോർട്ടിന്റെ കാര്യത്തിൽ. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമുക്ക് കംഫർട്ട് കളയുന്ന ഒരു രീതിയിലൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു തേർഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗ്രീൻ ഹൗസ് ഏരിയ ഒക്കെ ആണെങ്കിലും നല്ലതായിട്ട് വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അത്യാവശ്യം ബോട്ടിലോ അല്ലെങ്കിൽ കപ്പ് ഹോൾഡർ ഒക്കെ ആയിട്ട് ആ രീതി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 3 പേർക്കും ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഉണ്ടോ, ആ രീതിയിലാണ്. പിന്നെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു നമുക്ക് ആ 12 വോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫോണൊക്കെ വെക്കണമെങ്കിൽ അവിടെ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയാണ് നമുക്ക് തേർഡ് റോയിൽ പറയാനുള്ള. AC വെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ AC വെന്റും കാര്യങ്ങളും വരുന്നുണ്ട്.
എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ആ തേർഡ് റോ ശരിക്കും കൺവീനിയന്റ് ആണെന്ന് തന്നെ പറയാം. പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ചെറിയൊരു കോംപ്രമൈസ് ചെയ്യേണ്ട വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു തൈ സപ്പോർട്ടേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തരുന്നില്ല. എന്നിരുന്നാലും ഇച്ചിരി ഒന്ന് ശകലം ഒന്നും ഈ സീറ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ കണ്ടോ, കുറച്ചൊന്ന് മുമ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അത്രയും നമുക്ക് ലെഗ് സ്പേസ് വേണ്ടല്ലോ. അപ്പൊ കുറച്ച് മുമ്പോട്ട് ഇട്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നീ റൂമും കിട്ടും. അപ്പൊ അത്രയാണ് നമുക്ക് തേർഡ് റോയെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഇൻവിക്ടോയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു 2 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെഹിക്കിളിന് വരുന്നത്. നമുക്ക് ഇൻവിക്ടോ വരുന്നത് ഹൈബ്രിഡ് മാത്രമാണ്, സ്ട്രോങ് ഹൈബ്രിഡ് മാത്രമാണ്. നോർമൽ പെട്രോൾ എഞ്ചിൻ വെഹിക്കിളിന് വരുന്നില്ല. രണ്ട് വേരിയന്റേ വരുന്നുള്ളൂ. സീറ്റ പ്ലസും ആൽഫ പ്ലസും വേരിയന്റ് മാത്രമേ വെഹിക്കിളിന് വരുന്നുള്ളൂ. 2 ലിറ്റർ എഞ്ചിന് 186 PS പവർ ആണ് വെഹിക്കിളിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 188 Nm ടോർക്കും ഉണ്ട്. പിന്നെ മോട്ടർ, നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് മോട്ടർ നമുക്ക് വെഹിക്കിളിന് വരുന്നത്, ആ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 206 Nm ടോർക്കാണ് മോട്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡ്രൈവ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ പറയേണ്ടത്, എടുത്തു പറയേണ്ട ഒരു കാര്യം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അറിയത്തേ ഇല്ല. കാരണം നമ്മുടെ ആ ഒരു ഇലക്ട്രിക് മോട്ടറിലായതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടായി കിടക്കുന്നത് നമുക്ക് ക്ലസ്റ്ററിൽ റെഡി എന്ന് എഴുതി കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത്ര റിഫൈൻഡ് ആണ് നമ്മുടെ ആ ഒരു മോട്ടറിൽ വണ്ടി സ്റ്റാർട്ട് ആകുന്നതുകൊണ്ട്, പിന്നെ ലോവർ സ്പീഡിലെല്ലാം ഈ ഒരു ബാറ്ററിയിൽ ഓടുന്നത് കൊണ്ട് നമ്മൾ ഒട്ടും അറിയത്തേ ഇല്ല. പിന്നെ എപ്പോഴൊക്കെയോ വണ്ടി നമ്മൾ ഫ്ലോർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എൻജിൻ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ചെയ്യുന്നത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഒരു രീതിയിൽ നമുക്ക് അറിയാനില്ലെന്ന് തന്നെ എടുത്തു പറയണം. അത്ര റിഫൈൻഡ് ആണ്. ആ കാര്യത്തിലൊക്കെ ഒരു രക്ഷയില്ല വെഹിക്കിള്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം NVH ലെവലാണ് വെഹിക്കിളിന്റെ. പുറത്തെ നോയ്സുകൾ ഒന്നും തന്നെ, വീല് ജസ്റ്റ് നമ്മുടെ ടയർ റോഡിൽ ഉരുളുന്ന ഒരു നോയ്സ് അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അകത്തേക്ക് കിട്ടുന്നില്ല. അത് മാത്രം നമുക്ക് പറയാമെങ്കിൽ പറയാന്നുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. NVH ലെവൽ ഒരു രക്ഷയില്ല വെഹിക്കിളിന്റെ. പിന്നെ മൊത്തത്തിലുള്ള ബിൽഡ് ക്വാളിറ്റി ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഒരു പവർ നമുക്ക് അങ്ങനെയാണ് നമുക്ക് പറയുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം നമുക്ക് ഈ 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. എക്കോ, നോർമൽ, പവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഫീലാണ്. പിന്നെ ഈ ഒരു പക്ക ഒരു എയറോഡൈനാമിക് ബോഡിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും വെഹിക്കിള് നമുക്കൊരു ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ക സ്റ്റേബിൾ ആണ് വെഹിക്കിള്. നമുക്കൊരു ഹൈ എൻഡ് സ്പീഡിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും പക്ക സ്റ്റേബിൾ ആയിട്ടാണ് വെഹിക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പവറിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു രീതിയിൽ ലാഗ് തോന്നിയില്ല. പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നോർമൽ മോഡിലാണ് വണ്ടി സ്വിച്ച് ചെയ്യുന്നത്. ആ നോർമൽ മോഡിൽ തന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് തന്നെ നമുക്ക് ഒട്ടും ഒരു ലാഗോ കാര്യങ്ങളോ വരുന്നില്ല. പിന്നെ നമ്മൾ ഈക്കോ ഇട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പവർ ഡ്രെയിൻ ആകും. കാരണം നമുക്ക് ഒരു എക്കണോമി ആയിട്ട് വെഹിക്കിൾ ഓടിക്കേണ്ടതുകൊണ്ടാണ് ആ ഒരു പവർ ഡ്രെയിൻ ആണ്. കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് വെഹിക്കിൾ പോകേണ്ട ഒരു മോഡാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ രീതി വരുന്നത്. പിന്നെ ട്രാൻസ്മിഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ECVT ട്രാൻസ്മിഷൻ ആണ് വെഹിക്കിളിന് വരുന്നത്. ആ കാര്യത്തിലെല്ലാം പക്കയാണ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു നല്ല രീതിയിൽ തന്നെ ട്രാൻസ്മിഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ് വെഹിക്കിളിന് വരുന്നത്. നല്ലൊരു ഫീഡ്ബാക്ക് തരുന്ന രീതിയിലാണ് സ്റ്റിയറിംഗിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആ ഒരു റെസ്പോൺസും കാര്യങ്ങളും വരുന്നത്. പിന്നെ സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന മക്ഫേഴ്സൺ സ്റ്റഡ്സ് ആണ് വരുന്നത്. ബാക്കിൽ വരുന്ന ടോർഷൻ ബീം സെറ്റപ്പ് ആണ്. ഒരു നല്ല കംഫോർട്ട് വരുന്നുണ്ട് വെഹിക്കിളിന്. കാരണം നമ്മുടെ ഈ വെഹിക്കിൾ മോണോകോക്ക് ബോഡി ആയതുകൊണ്ട് ആ ഒരു കംഫോർട്ടിന്റെ കാര്യത്തിൽ ഒരു ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ആ ഒരു കാര്യത്തിൽ സസ്പെൻഷന്റെ ഒരു ട്യൂണിങ്ങും ഒക്കെ കൂടെ ആയതുകൊണ്ട് അടിപൊളിയാണ്. കംഫോർട്ട് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. നമുക്ക് ഹയർ സ്പീഡിലാണെങ്കിൽ പോലും ഒരു ബൗൺസിങ്ങോ അങ്ങനെയുള്ള ഒരു ഫീലും നമുക്ക് വെഹിക്കിളിന് കിട്ടുന്നില്ല. നമുക്ക് ഒരു എന്താ പറയുക, ജെർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു പക്ക കംഫോർട്ടാണ്. കംഫോർട്ടിന്റെ കാര്യത്തിൽ ഒന്നും ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല.
പിന്നെ നമുക്ക് മൈലേജിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലെന്ന് നമുക്ക് അറിയാം. എങ്കിലും എനിക്ക് ഒരു റിയൽ ടൈം അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ഡ്രൈവിന്റെ ഭാഗമായിട്ട്, കാരണം ഒരുപാട് തവണ നിർത്തിയും ഒക്കെ എടുക്കും, വണ്ടി നിർത്തിയിടും. അപ്പൊ എന്നിട്ട് പോലും എനിക്ക് അത്യാവശ്യം മൈലേജ് കിട്ടിയ ഒരു 18 ഒക്കെ എനിക്ക് ഈ ഒരു നമ്മുടെ സിറ്റിക്കകത്ത് തന്നെ ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് ഒരു 17-18 ഒക്കെ ഒരു ആവറേജ് എനിക്ക് ക്ലസ്റ്ററിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉറപ്പായിട്ടും നമുക്ക് ഒരു ഹൈവേയില് എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു 21+22 ആ റേഞ്ച് ഒക്കെ എന്തായാലും. കമ്പനി പറയുന്നത് 23 ആണ്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറ്, നമ്മളെല്ലാം ഡ്രൈവിംഗ് സ്കില്ല് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ പോകുന്ന ടെറൈനും ഒക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ട്രാഫിക്കും ഒക്കെ അനുസരിച്ച് ഈ മൈലേജ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. അപ്പം അത് ഷുവറാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 22 അല്ലെങ്കിൽ ആ ഒരു 21+ ഉറപ്പായിട്ടും നമുക്ക് ഹൈവേയിൽ ലോങ് സ്ട്രെച്ചുകൾ പോകുമ്പോൾ മൈലേജ് കിട്ടും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ABS, EBD, സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇങ്ങനെയുള്ള ESC, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സ്, 6 എയർ ബാഗ്സ് കാര്യങ്ങളും എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വെഹിക്കിളിൽ വരുന്നുണ്ട്. ആ ഒരു സൈഡ്, സേഫ്റ്റി സൈഡ് ആണെങ്കിൽ പോലും ഒരു രീതിയിലും കമ്പനി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് നമ്മുടെ ഇൻവിക്ടോയെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ നമ്മുടെ ഇൻവിക്ടോ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പോപ്പുലർ നെക്സ ഷോറൂം ആണ് പാലാരിവട്ടത്തുള്ള. അപ്പൊ നമ്മുടെ ഹൈക്കസ്, നമ്മുടെ മാരിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഈ പേര് ഫെമിലിയർ ആയിരിക്കും. അവിടുത്തെ എക്സ്പെർട്ട് RM ആണ് ഹൈക്കസ്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ മാരുതി നെക്സയായിട്ട് ബന്ധപ്പെട്ട എന്ത് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ വെഹിക്കിളുമായിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹൈക്കസിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അത്രയാണ് നമുക്ക് ഇന്ന് ഇൻവിക്ടോയെ പറ്റി പറയാനുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.